Good afternoon. Good afternoon, ma'am. Okay. Okay, അപ്പൊ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് പറഞ്ഞത്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് 32 നമ്മള് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, 32 പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഓരോ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്. നമ്മൾ അവിടെ ജനറലൈസ് ചെയ്താണ് പറഞ്ഞത് 32. അതിന് നമ്മൾ ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ് അതാണ് നമ്മൾ തുടങ്ങി വെച്ചത്. അതിനകത്ത് ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഏതായിരുന്നു അത്? പിന്നെ ഓഫ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന മറ്റൊരു പേരാണിത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടതാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ KPD in different hospital departments. അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ് അതാണ് ഇനിയിപ്പോ നമ്മൾ പഠിക്കുന്നത്. അതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. കാര്യം നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അവിടെ വരുന്നത് കേട്ടോ. 1-2 പോയിന്റുകൾ മാത്രമാണ് അതിൽ പറയാത്തത് കയറി വന്നിട്ട്. അത് മാത്രം നമുക്ക് പറയും കേട്ടോ. ബാക്കിയല്ലേ. അപ്പൊ അത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ 4ാമത്തെ പോയിന്റ് വരെ നമ്മൾ പറഞ്ഞു നിർത്തി അല്ലെ. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ടൈം ഫോർ ദ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻ പേഷ്യന്റ് അഥവാ ഇൻഡോർ പേഷ്യൻസ് അല്ലെ. ഈ പറയുന്ന ഒരു ഇൻഡോർ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന് എടുത്ത സമയം, അതൊരു ഇൻഡിക്കേറ്റർ ആണ് അല്ലെ. പിന്നെ എന്താണ് പറഞ്ഞത്? Percentage of inpatient cases in which the nursing care plan is documented. ഈ പോയിന്റ് നമ്മളെ അവിടെ പറഞ്ഞിട്ടില്ലാത്തൊരു പോയിന്റ് ആണല്ലോ. എന്താ അവിടെ പറഞ്ഞത്? Percentage of inpatient cases in which nursing care plan is documented. അതായത് കൃത്യമായിട്ടുള്ള നഴ്സിംഗിന്റെ പരിചരണ ഡോക്യുമെന്റ്സ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഇൻപേഷ്യന്റ് കേസുകളുടെ ശതമാനം. ഓക്കെ, നഴ്സുമാർ എങ്ങനെയൊക്കെയാണ് പരിചരണം കൊടുക്കുന്നത്, ട്രീറ്റ്മെന്റ് പ്ലാൻ എന്തൊക്കെയാണ്, എന്തൊക്കെ മെഡിസിൻസ് അത് കൺസിഡർ ചെയ്യുന്നത്, അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ രോഗികൾക്കും അവർ കൊടുക്കുന്ന ആ ഒരു നഴ്സിംഗ് കെയർ പ്ലാൻ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ഇൻപേഷ്യന്റ് കേസുകളുടെ ശതമാനം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ എന്താ നമ്മൾ പറഞ്ഞത്? പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ അല്ലെ. മരുന്നുകളിൽ ഉണ്ടാവുന്ന പിശകുകൾ അല്ലെ. മരുന്നുകളിൽ ഉണ്ടാവുന്ന തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളിപ്പോ മരുന്ന് ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതുമൂലം രോഗികൾക്ക് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ മരുന്നിന്റെ പേര് മാറിപ്പോകുക, അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്ന ആ ഒരു ഡോസ് മാറിപ്പോവുക, അതൊക്കെ എന്താണ്? മെഡിക്കേഷൻ എററിൽ വരുന്നതാണ്. പിന്നെ മെഡിക്കേഷൻ എറർ എന്ന് പറയുന്നത് അത് ഏത് സ്റ്റേജിലും ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു എറർ. ഏത് സ്റ്റേജിലും സംഭവിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പ്രിസ്ക്രിപ്ഷൻ സമയത്ത് സംഭവിക്കാം, മരുന്ന് ഫാർമസിയിൽ നിന്ന് ഡിസ്പെൻസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാം, അല്ലെങ്കിൽ ആ മരുന്ന് എടുത്തൊരു നഴ്സ് രോഗിക്ക് കൊടുക്കുന്ന സമയത്തായാലും സംഭവിക്കാം. ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും സംഭവിക്കും. അതിപ്പോ നഴ്സുമാരുടെ കയ്യിൽ നിന്ന് മാത്രമല്ല, ചിലപ്പോൾ പേഷ്യന്റിന്റെ സ്വന്തം കയ്യിൽ നിന്ന് തന്നെ വരാം. ചിലപ്പോൾ കഴിക്കേണ്ട മരുന്നുകൾ അറിയാതെ എടുത്ത് മാറി കഴിച്ചു, ഒന്ന് കഴിക്കേണ്ടടുത്ത് 2-3 എടുത്ത് കഴിച്ചു, ഓവർഡോസ് ആവില്ലേ. അപ്പൊ അതാണ് പറയുന്നത് മെഡിക്കേഷൻ എറർ എന്ന് പറയുന്നത് ആരുടെ കയ്യിൽ നിന്നും വേണമെങ്കിൽ വരാം, ഏത് സ്റ്റേജിൽ വരാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. പക്ഷെ നമ്മൾ അത്രയധികം ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മെഡിക്കേഷൻ എററിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയ പറഞ്ഞത്? അതാണ് കേട്ടോ പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ കേട്ടോ. മെഡിക്കേഷൻ എററുകൾ അല്ലെങ്കിൽ മെഡിസിൻസ് കൊടുക്കുന്നതിൽ വരുന്ന പാകപ്പെടലുകൾ, അങ്ങനെ വരുന്ന തെറ്റുകളുടെ ശതമാനം അത് പറഞ്ഞു. 4ാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്പർ ഓഫ് സെന്റിനൽ ഇവന്റ്സ് റിപ്പോർട്ട്. എന്താണ് സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് അല്ലെ. എന്താണ് സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്താണ് സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എനി അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ്
in a healthcare setting that results in death or serious physical or psychological injury to a patient or patients not connected with the natural course of the patient illness. അല്ലെ, ഒരു സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങളാണ് അല്ലെ, അൺആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള അഡ്വേഴ്സ് ഇവന്റ്സുകളാണ്, ആകസ്മികമായിട്ടുണ്ടാകുന്ന മോശമായിട്ടുള്ള സംഭവങ്ങളാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിക്ക് മാനസികമായിട്ടാവാം, ശാരീരികമായിട്ടാവാം, എന്തെങ്കിലും പരിക്കുകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളാണ്. പ്രത്യേകം പറയുന്നുണ്ട് എന്താണ്? നോട്ട് കണക്റ്റഡ് വിത്ത് ദ നാച്ചുറൽ കോഴ്സ് ഓഫ് ദ പേഷ്യന്റ്, അതായത് രോഗിയുടെ യഥാർത്ഥ അസുഖങ്ങൾ മൂലം സംഭവിക്കുന്നതെന്നാണ് ഞാൻ അത് പറഞ്ഞിരുന്നു. ഇപ്പൊ ഒരു ചെസ്റ്റ് പെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ വരുന്ന ഒരു ഡോക്ടർ, ഒരു പേഷ്യന്റ് അവിടെ വെച്ചിട്ട് പെട്ടെന്ന് അയാൾ ബെഡിൽ നിന്ന് താഴേക്ക് വീഴാണ്. ബെഡിൽ നിന്ന് താഴേക്ക് വീണ് അയാൾക്ക് ഒരു പരിക്ക് പറ്റുകയാണ്, അല്ലെങ്കിൽ അയാളുടെ കയ്യോ കാലോ ഒടിയാണ്. അതെന്താണ്? ഒരു സെന്റിനൽ ഇവന്റ് ആണ് അല്ലെ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന സംഭവങ്ങളാണ്. സത്യത്തിൽ അതിന് വന്നിട്ട് ചെസ്റ്റ് പെയിനിന്റെ ട്രീറ്റ്മെന്റ് ആണ്. അതുമൂലം ഉണ്ടായ പ്രശ്നമാണോ അത്? അല്ല, ബെഡിൽ നിന്ന് വീണത് മൂലം വന്ന പരിക്കാണ്. അതാണ് പറഞ്ഞത്, ശരിക്കുള്ള യഥാർത്ഥ പ്രശ്നം കൊണ്ട് വരുന്നതല്ല, അല്ലാതെ വരുന്ന അൺആന്റിസിപ്പേറ്റഡ് ആണ്, അപ്രതീക്ഷിതമായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ചോദിച്ചത്. ഡാഷ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ് ഇൻ ഹെൽത്ത് കെയർ സെറ്റിംഗ്. എന്താണ് അത് ഉത്തരം? സെന്റിനൽ ഇവന്റ് കേട്ടോ. അതാണ് സെന്റിനൽ. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഇനി ബാക്കിയുള്ള പോയിന്റ്സുകൾ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ പറയുന്നത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. അവിടെ പഠിച്ച പോയിന്റ് ഏത്? പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് അല്ലെ, നിയർ മിസ്സസുകളുടെ ശതമാനം. നിയർ മിസ്സസിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞു തന്നത്. എന്താണ് നിയർ മിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മൈറ്റ് ഹാവ് ഹാപ്പൻ ബട്ട് നോട്ട് ഹാപ്പൻ. സംഭവിക്കാൻ സാധ്യതയുള്ളതായിരുന്നു, പക്ഷെ ഭാഗ്യത്തിന് എന്ത് ചെയ്തില്ല, സംഭവിച്ചു. അങ്ങനെയുള്ളതാണ് അല്ലെ. അതായത് സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു അപകടമാണ്, പക്ഷെ കുറച്ചു വേണ്ടിയിൽ അത് നടന്നില്ല. അത് മൂലം രോഗി അവിടെ എന്ത് ചെയ്യാണ്? രക്ഷപ്പെടുകയാണ് അല്ലെ. ഓക്കെ, അങ്ങനെ വരുന്ന കേസുകളെയാണ് നമ്മൾ നിയർ മിസ്സസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഓർമ്മയുണ്ടാവും, ഞാൻ പറഞ്ഞില്ല, അവന്റെ അവിടെ സർജറി ചെയ്യുന്ന ഡോക്ടർ ചിലപ്പോൾ റിസ്റ്റിന്റെ അവിടെ സർജറി ചെയ്യാനായിട്ട്, ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കാൻ? അനസ്തീഷ്യ ഡോക്ടർ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, നാമിന് ചെയ്യുന്ന സർജറിയാണ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കാൻ? ഇതിന്റെ ഒരു പ്രശ്നമായിരുന്നു, പ്രശ്നത്തിന് സംഭവിച്ചത് അല്ലെ. അതാണ് നിയർ മിസ് കേട്ടോ. ഓക്കെ, അടുത്ത പോയിന്റ് കേട്ടോ, സിക്സ്ത് പോയിന്റ് ഇതാണ്. പ്രോപ്പർ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ദ ഷിഫ്റ്റ് ചേഞ്ച് കേട്ടോ. ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് ആപ്ലിക്കബിൾ ടു ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്. ഡോക്ടേഴ്സിനും നഴ്സസിനും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ് കേട്ടോ. പെർ പേഷ്യന്റ് പെർ ഷിഫ്റ്റ് എന്നാണ് പറയുന്നത്. നമുക്കറിയാലോ, ഡ്യൂട്ടി ഷിഫ്റ്റിംഗ് ടൈം ആണ് അല്ലെ. ഷിഫ്റ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ ഡ്യൂട്ടിയാണ് ഇപ്പൊ ഡോക്ടേഴ്സിനായിക്കഴിഞ്ഞാലും നഴ്സുമാർക്കാണ്. അവര് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത് വെച്ചാൽ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഡോക്യുമെന്റ്സുകള് വളരെ പ്രോപ്പർ ആയിട്ട് തന്നെ ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം അല്ലെ. കണ്ടിട്ടില്ലേ, ഇപ്പൊ നമ്മൾ ഡേ ഡ്യൂട്ടി ഉള്ള ഒരു നഴ്സ് ആണെങ്കിൽ അവര് എന്താണ് വൈകുന്നേരം പോകുന്ന സമയത്ത്, അടുത്ത നൈറ്റ് ഡ്യൂട്ടി നഴ്സ് കയറുന്ന സമയത്ത് ആ വാർഡിൽ കിടക്കുന്ന എല്ലാ പേഷ്യൻസിന്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ എന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ട് അടുത്ത നഴ്സിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് ആ കണ്ടിന്യൂറ്റി ഓഫ് കെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ പരിചരണത്തിൽ ഒരിക്കലും ബ്രേക്കേജ് വരാനായിട്ട് പാടില്ല. കാരണം രോഗിക്ക് അത്രയും ക്വാളിറ്റി കെയർ, കണ്ടിന്യൂറ്റി ഓഫ് കെയർ ഉറപ്പുവരുത്തും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഡോക്യുമെന്റ്സുകൾ പ്രോപ്പർ ആയിട്ട് തന്നെ ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്ന കേസുകളുടെ ശതമാനമാണ്, അല്ലെങ്കിൽ അതിന്റെ എണ്ണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രോപ്പർ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ഷിഫ്റ്റ് ചേഞ്ച്. അത് പെർ പേഷ്യന്റ് പെർ ഷിഫ്റ്റ്, ഓരോ പേഷ്യന്റിന്റെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്യുമെന്റ്സുകള് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഡോക്ടേഴ്സ് ആണെങ്കിലും ശരി, നഴ്സുമാരാണെങ്കിലും ശരി. അപ്പൊ അങ്ങനെ നടക്കുന്നതിന്റെ എണ്ണം ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഏഴാമത്തെ പോയിന്റ് ആണ് ഇൻസിഡൻസ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ്. അതാണ് ഇൻസിഡൻസ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ് അല്ലെ. പേഷ്യന്റിന്റെ ഐഡന്റിറ്റിയിൽ നമ്മൾ വരുന്ന ചില തെറ്റുകൾ. ഒരേ പേരിൽ തന്നെ രണ്ട് പേരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പേഷ്യന്റിന്റെ ഐഡന്റിറ്റി മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് സംഭവിക്കാറില്ല, എങ്കിലും സംഭവിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകളുടെ എണ്ണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻസിഡൻസ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറർ. നമ്മളിപ്പോ രോഗികൾ മാറിപ്പോകുക, അവരുടെ ഐഡന്റിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുക.
അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ചിലപ്പോൾ ട്രീറ്റ്മെന്റ് മാറിപ്പോവും, അല്ലെങ്കിൽ രോഗികൾക്ക് കൊടുക്കുന്ന മരുന്നുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, അങ്ങനെയൊക്കെ സംഭവിക്കാണ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എററുകളുടെ എണ്ണം, അങ്ങനെ എത്ര കേസുകളുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, ഐഡന്റിഫിക്കേഷൻ എററുകൾ എത്രത്തോളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നതിന്റെ അളവ് കേട്ടോ. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്ന ഇൻസിഡൻസ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എററുകൾ. അടുത്തത് എന്താ? എട്ടാമത്തെ പോയിന്റ് ഇതാണ്, അഡ്ഹിയറൻസ് ടു ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ്. അവിടെ പറഞ്ഞതാണത്, അഡ്ഹിയറൻസ് ടു ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ് അല്ലെ. അതായത് നമ്മൾ കൈകളുടെ ശുചിത്വം പാലിക്കുന്നതിന്റെ ശതമാനം, എത്ര ആളുകൾ അവിടെ ഹാൻഡ് ഹൈജീൻ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, പാലിക്കുന്നുണ്ട് എന്നതിന്റെ ശതമാനം. ഓക്കെ, അതും ഒരു ഇൻഡിക്കേറ്റർ ആണ്. പിന്നെന്താ പറയുന്നത്? നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഫോർ ഐസിയുസ് ആൻഡ് വാർഡ്സ് കേട്ടോ. അതുപോലെ ഐസിയുവിലും വാർഡുകളിലും നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ അതും ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഐസിയുവിന്റെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഐസിയുവിലെ നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എത്രയായിരുന്നു? കറക്റ്റ് ആണ് കേട്ടോ. വെരി ഗുഡ്. എന്താണ് പറഞ്ഞത്? 1:1 or 1:2 ആണല്ലേ ഐസിയുവില്? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. 1:1 ആവാം, 1:2 ആവാം. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. വാർഡിലൊക്കെ ആവുമ്പോൾ ഏകദേശം ഒരു 1:6 അല്ലെങ്കിൽ ഓഫീസ് കഴിഞ്ഞാൽ കറക്റ്റ് ആണ് കേട്ടോ. 1:6 അല്ലെങ്കിൽ 1:5 ഒക്കെയാണ് സാധാരണ കേട്ടോ വാർഡുകളില്. അതായത് ഒരു നഴ്സ് 5 പേഷ്യൻസിനായിട്ട് ഒരു നഴ്സ്, അല്ലെങ്കിൽ 6 പേഷ്യൻസിന് സെർവ് ചെയ്യാൻ ഒരു നഴ്സ്. കാരണം വാർഡുകളിലുള്ള സാധാരണ റേഷ്യോ അങ്ങനെയാണ്. ഐസിയുവില് 1:1 or 1:2 ആണ്. ഇത്രയും കാര്യങ്ങളാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വാളിറ്റി. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയോ? അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് നമ്മൾ അവിടെ പഠിച്ചതാണ്. ഈ രണ്ടാമത്തെ പോയിന്റും അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് മാത്രമാണ് നമ്മൾ എക്സ്ട്രാ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാ പോയിന്റ്സുകളും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? ശരി. അടുത്തത് കേട്ടോ, ഇൻഫെക്ഷൻ കൺട്രോൾ. ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ എങ്ങനെയൊക്കെ ഇൻഫെക്ഷൻസ് വരാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ICN നഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാര്യം ICNന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ് എന്നാണ് കേട്ടോ. അല്ലെങ്കിൽ അതൊന്ന് എഴുതി വെച്ചോ, ചോദിക്കാറില്ല, എന്നാലും എഴുതി വെച്ചോളൂ. ICN എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ് എന്നാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അതൊരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. അതായത് ഈ നഴ്സിംഗ് പ്രൊഫഷന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ICN ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ് ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ICN സർട്ടിഫൈഡ് ആയിട്ടുള്ള നഴ്സുമാരുണ്ടായിരിക്കും കേട്ടോ. അവിടുത്തെ അംഗമുള്ള അവിടുത്തെ മെമ്പേഴ്സ് ആയിട്ടുള്ള നഴ്സുമാരുണ്ട്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ള നഴ്സുമാർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകള്, മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന ആളുകളാണ് കേട്ടോ ICN നഴ്സ്. അവർക്കാണ് കൂടുതൽ അവിടെ ആ ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റിയിട്ട് ട്രെയിനിങ് കൊടുക്കേണ്ടതും അതുപോലെ അതിനെ പറ്റിയുള്ള ഒരു ഗൈഡ് ലൈൻസ്, മാർഗനിർദ്ദേശങ്ങളൊക്കെ മറ്റുള്ള നഴ്സുമാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളൊരു ICN നഴ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ ആ പേര് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഇനി ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ, IPD എന്താണ്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നോക്കൂ, ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷേഴ്സ് അല്ലെ. അതായത് ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്, ബ്ലഡ് എന്ന് കോമ്പിനേറ്റർ ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷേഴ്സ്. അതായത് ബ്ലഡിൽ നിന്ന് അതുപോലെ തന്നെ നമ്മുടെ ശരീരസ്രവങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസിന്റെ റേറ്റ്, അത് IPDയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഈ പറയുന്ന ബ്ലഡ് അതുപോലെ മറ്റുള്ള ശരീരസ്രവങ്ങള്, ബോഡി ഫ്ലൂയിഡ്സ്, അതിൽ നിന്നുമൊക്കെ വരുന്ന ഇൻഫെക്ഷന്റെ ശതമാനം അല്ലെങ്കിൽ ഇൻഫെക്ഷന്റെ റേറ്റ്, ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ലാബൊക്കെ പഠിച്ചതല്ലേ, ലാബ് പഠിച്ചില്ലേ നമ്മള്? അവിടെ ധാരാളം എന്താണ്, ഞാൻ ഓൺമ്യൂട്ട് ചെയ്തിട്ടില്ലേ? സൗണ്ട് വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഓക്കെ, പറഞ്ഞിട്ട്, അതായത് നമ്മൾ ലാബിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ധാരാളം ക്ലിനിക്കൽ സ്പെസിമെൻസുമായിട്ട്
കൈകാര്യം ചെയ്യുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ, അങ്ങനെ ഒരുപാട് ക്ലിനിക്കൽ സ്പെസിമെന്റ്സ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിലൂടെയൊക്കെ എന്ത് വരാം, ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ആ ഇൻഫെക്ഷൻ പല ആളുകളിലേക്ക് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ എന്താ പറയുന്നത്, ഇൻഫെക്ഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്താണ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷറിന്റെ നിരക്ക്, ബ്ലഡിലൂടെ മറ്റ് ശരീരത്തിന്റെ ഇൻഫെക്ഷന്റെ റേറ്റ്. സെയിം തന്നെ OPD ആയിട്ട് ബന്ധപ്പെട്ട് അതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. OPD, ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷൻസ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ശതമാനം. അടുത്ത നോക്കിയേ IPD-യുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻസിഡൻസ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്, അതവിടെ പറഞ്ഞ പോയിന്റ് ആണ് കേട്ടോ. ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് അല്ലെ, നീഡിൽ സ്റ്റിക്ക് മൂലം അല്ലെ, സുരക്ഷിതമല്ലാത്ത സിറിഞ്ചുകൾ ഉപയോഗിക്കുന്നത് മൂലം വരുന്ന ചില ഇഞ്ചുറീസ്, പരിക്കുകൾ മാത്രമല്ല അണുബാധകൾ ഉണ്ടായിക്കൂടെ. ചിലപ്പോൾ നമ്മൾ സുരക്ഷിതമല്ലാത്ത അൺസേഫ് ആയിട്ടുള്ള ഒരു സിറിഞ്ചാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ ഒരുപാട് രോഗങ്ങൾ വരും. HIV പോലെയുള്ള ഒരുപാട് ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള ഡിസീസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. അതുപോലെ OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് കേട്ടോ. ഓക്കെ, അടുത്തത് കേട്ടോ അഞ്ചാമത്തെ ഇൻസിഡൻസ് ഓഫ് ഫാൾസ് കേട്ടോ. ഇൻസിഡൻസ് ഓഫ് ഫാൾസ്. അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു ഡൗട്ട് ഉണ്ടായി, പേഷ്യന്റ് ഫാൾ റേറ്റ് എന്ന് പറയുമ്പോൾ പേഷ്യന്റിന്റെ എണ്ണത്തിലുള്ള കുറവാണ്. എണ്ണത്തിലുള്ള കുറവല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, വീഴ്ച സംഭവിക്കുന്ന പേഷ്യൻസുകളുടെ എണ്ണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് വീടില്ലേ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻസിഡൻസ് ഓഫ് ഫാൾസ്, ചില ആളുകൾ ചില പേഷ്യൻസുകള് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോ ചിലപ്പോൾ അവിടെ വല്ല തെന്നി വീണ് വല്ല ഫ്രാക്ചർ സംഭവിക്കോ, അല്ലെങ്കിൽ ബാത്റൂമിൽ ചിലപ്പോൾ തെന്നി വീഴോ, അങ്ങനെ എന്തെങ്കിലും ഹോസ്പിറ്റലിന്റെ വല്ല ഫിസിക്കൽ ഫെസിലിറ്റിയിലെ താങ്ങുപിഴകൾ മൂലം വല്ല അപകടങ്ങളൊക്കെ സംഭവിച്ചുള്ള ആളുകൾക്ക് ചിലപ്പോൾ ബെഡിൽ വീഴാം, സ്ട്രക്ചറിൽ വീഴാം അല്ലെ, വീൽ ചെയറിൽ വീഴാം, അല്ലെങ്കിൽ ഫ്ലോറിൽ സ്ലിപ്പായി വീഴാം, ബാത്റൂമിൽ തെന്നി വീഴാം, അങ്ങനെയൊക്കെ സംഭവിക്കില്ല. ചിലപ്പോൾ അവിടെ ലൈറ്റിംഗ് കറക്റ്റ് പ്രോപ്പർ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഇല്ല, വേണ്ടത്ര വെളിച്ചില്ലാത്ത രീതിയിലേക്ക് പോകുമ്പോൾ പേഷ്യന്റ് ചിലപ്പോൾ അവിടെ വീഴാം, അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ളതിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കേസുകളുടെ എണ്ണം അല്ലെങ്കിൽ അതിന്റെ ശതമാനം കേട്ടോ, അതാണ് അവിടെ ഇൻസിഡൻസ് ഓഫ് ഫാൾസ് കേട്ടോ. വീഴ്ച സംഭവിക്കുന്ന അല്ലെങ്കിൽ വീണ് പോകുന്നതിന്റെ എണ്ണം അല്ലെങ്കിൽ അതിന്റെ ശതമാനം. ഓക്കെ, അടുത്തത് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. നമ്മൾ പറഞ്ഞതാണ്, അവിടെ പറഞ്ഞ പോയിന്റ് ആണ് അല്ലെ. ബെഡ് സോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ് അല്ലെ, ബെഡ് സോർ എന്നാണ് അതിന് പറയുന്നത് അല്ലെ. പറഞ്ഞില്ലേ, ദീർഘനാളെ ഇങ്ങനെ ബെഡിലായിട്ട് കിടക്കുന്ന പേഷ്യൻസിന് അവരുടെ സ്കിൻ ആ ഒരു ബെഡിൽ ഇങ്ങനെ അമരുന്നത് മൂലം അല്ലെ, ആ ഒരു പ്രഷർ വരുന്നത് മൂലം അവിടുത്തെ സ്കിന്ന് ഡാമേജ് ആവുകയാണ്, അവിടെ വ്രണപ്പെടുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഈ പറയുന്ന ബെഡ് സോർ എന്ന് പറയുന്നത് കേട്ടോ. അതിൽ പ്രഷർ അൾസേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും, പ്രഷർ അൾസേഴ്സ് എന്നാണ് പറയാ. അപ്പോ അത്തരത്തില് അഡ്മിഷന് ശേഷം പ്രഷർ അൾസേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന അത്തരം കേസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ബെഡ് സോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ് കേട്ടോ. ബെഡ് സോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ്. 1000 പേഷ്യന്റ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1000 ദിവസത്തില് രോഗിയെ പരിചരണത്തിന് എത്ര ആളുകൾക്ക് ബെഡ് സോർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1000 ദിവസത്തിൽ, അതായത് പേഷ്യന്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ദാറ്റ് ദ പേഷ്യന്റ് ഹോസ്പിറ്റലൈസ്ഡ് കേട്ടോ. അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന ആദ്യ ദിവസങ്ങളുടെ എണ്ണമാണ് പേഷ്യന്റ് ഡേയ്സ് എന്ന് പറയുന്നത്. 1000 പേഷ്യന്റ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1000 ദിവസത്തെ രോഗികളുടെ ആ ഒരു സ്റ്റേയുടെ സമയത്ത്, ഹോസ്പിറ്റൽ സ്റ്റേ സമയത്ത് എത്ര ആളുകളിൽ ഈ പറയുന്ന ബെഡ് സോർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ ആണ്. അഡ്മിഷൻ സമയത്ത് ഉണ്ടായിരുന്നില്ല, അഡ്മിഷന് ശേഷമാണ് അങ്ങനെ ഒരു പ്രോബ്ലം ഡെവലപ്പ് ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ ബെഡ് സോർ ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ അത്ര ക്വാളിറ്റി ഓഫ് കെയർ ആയിരിക്കില്ല കൊടുക്കുന്നുണ്ടാവുക. ആ കെയറിൽ വരുന്ന ആ ക്വാളിറ്റിയിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് അങ്ങനെ ആളുകളിൽ ബെഡ് സോറും മറ്റുമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് നമുക്ക് അതിലൂടെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? അടുത്തത് കേട്ടോ, കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ് കേട്ടോ. അതോട് പറഞ്ഞതില്ലേ, കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെ, കത്തീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ നിരക്ക്. നമ്മൾ നോസോകോമിയൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പഠിച്ചില്ലേ, അതിനകത്ത് ഏറ്റവും
പ്രധാനപ്പെട്ട ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ പറയുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ്. പ്രത്യേകിച്ച് എന്താണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ ഭയങ്കര സിവിയർ ആവുന്ന സമയത്തിൽ ചിലത് കത്തീഡ്രൽ കയറ്റേണ്ടതായിട്ട് വരും. ഈ കത്തീഡ്രൽ എന്തായാലും ഓപ്പൺ ഒരു ട്യൂബ് ആയതുകൊണ്ട് തന്നെ പുറത്തു നിന്നും അണുക്കള് ഇവരുടെ ആ കത്തീഡ്രൽ വഴി ശരീരത്തിന് കയറുകയും അതിലൂടെ പല അസുഖങ്ങൾ ഉണ്ടാവും അല്ലെ. അതാണ് ഇവിടെ പറയുന്നത് കത്തീഡ്രൽ അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ റേറ്റ് എന്ന് ശതമാനം. അതുപോലെ തന്നെ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്, വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ന്യൂമോണിയ റേറ്റ് അല്ലെ. വെന്റിലേറ്ററിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് ഒരു വെന്റിലേറ്ററുടെ സഹായത്തോടു കൂടിയിട്ടാണ് രോഗിയുടെ ബ്രീത്തിങ് അവിടെ നടക്കുന്നത്. അതുപോലെ കത്തീഡ്രൽ പോലെ തന്നെയൊക്കെയാണ് ഈ പറയുന്ന ന്യൂമോണിയ, ശ്വാസകോശങ്ങൾക്കൊക്കെ അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ന്യൂമോണിയ വരാനുള്ള റേറ്റ് ഒക്കെ കൂടുതലാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കേസുകളുടെ ശതമാനം. പിന്നെന്താണ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ് കേട്ടോ. അതും നമ്മൾ അവിടെ പറഞ്ഞതാണ്. സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ് കേട്ടോ. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കത്തീഡ്രൽ തന്നെയാണ് അല്ലെ. കത്തീഡ്രൽ ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ലാർജ് വെയിൻ കേട്ടോ. നമ്മുടെ ഏറ്റവും വലിയ വെയിനിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്ന കത്തീഡ്രലുകൾ എന്ന് പറഞ്ഞിരുന്നു. ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന നമ്മളൊരു കത്തീഡ്രൽ ചെയ്യാറില്ലേ? അതായത് മറ്റേ ഗ്രാഫ്റ്റ് ഫിസ്റ്റുല കൂടാതെ ഒരു കത്തീഡ്രൽ ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യാറില്ല. നമ്മുടെ നെക്കിന്റെ ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കത്തീഡ്രലുകൾ പ്ലേസ് ചെയ്യുന്നത്. നെക്കിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ നമ്മുടെ ആവിന്റെ ഭാഗത്തോ അങ്ങനെയുള്ളിടത്തുള്ള ഏറ്റവും വലിയ വെയിനിലാണ് അവിടെ കത്തീഡ്രൽ നമ്മൾ വെക്കുന്നത്. അപ്പൊ അവിടെ ഇഷ്ടംപോലെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അവിടെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ബ്ലഡ് സ്ട്രീമിൽ സ്പ്രെഡ് ആവുകയും ആളുകളുടെ മരണത്തിന് വരെ കാരണമാകും അല്ലെ. സോ അതാണ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. ലാസ്റ്റ് 10th പോയിന്റ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് കേട്ടോ. സർജറിക്ക് ശേഷം വരുന്ന ഇൻഫെക്ഷൻസ് ഉള്ള അതൊരു നോസോകോമിയൽ ഇൻഫെക്ഷൻ പോലെ തന്നെയാണ് കേട്ടോ. സർജറിക്ക് ശേഷം സർജറി കഴിഞ്ഞ് നമുക്ക് മുറിവുണ്ടാവുക, തടിപ്പുണ്ടാവുക, അല്ലെങ്കിൽ പഴുപ്പ് വരിക, അതൊക്കെ അങ്ങനെയുള്ള കേസുകളുടെ ഒക്കെ നിരക്ക്. എത്രത്തോളം മൈന്യൂട്ട് ആയിട്ടാണ് നോക്കിയ ഓരോ കാര്യങ്ങളും അവിടെ മെഷർ ചെയ്യുക അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിങ്ങനെ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല അല്ലെ. അവിടെ നമ്മൾ കൊടുക്കുന്ന ഓരോരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളിൽ വരെ അത്രയധികം നമ്മൾ ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്വാളിറ്റി ഉള്ള ഹോസ്പിറ്റലുകൾക്ക് മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ, അക്രഡിറ്റേഷൻ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഇതെല്ലാം ഈ രീതിയിലൊക്കെ എന്ത് വരാം? ഇൻഫെക്ഷൻസ് വരാം. അതുകൊണ്ടാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സുകളാണ് നമ്മളുടെ കണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? നെക്സ്റ്റ് അടുത്ത പോയിന്റ്, മൂന്നാമത്തെ പോയിന്റിലാണ് ഡിപ്പാർട്ട്മെന്റ് ICU ഓർ എമർജൻസി. രണ്ട് ഡിപ്പാർട്ട്മെന്റും ചേർത്ത് പറയുന്നുണ്ട്. ICU ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് എമർജൻസി കാഷ്വാലിറ്റി ഇല്ലേ, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റും ICUമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ അവിടെ മെയിൻ റോളുകൾ വഹിക്കുന്നവർ ആരായിരിക്കും? നഴ്സിംഗ് എഡ്യൂക്കേറ്റർ, ICUയിലെ നഴ്സിംഗ് എഡ്യൂക്കേറ്റേഴ്സും എമർജൻസിയുടെ ആളുകളും ഉണ്ടായിരിക്കും അല്ലെ. അവിടുത്തെ മെയിൻ ആളുകളായിരിക്കും. അപ്പൊ നോക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ്. ഒന്നാമത്തെ പോയിന്റ്, ടൈം ബിഫോർ ദ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റ്. നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇത്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസിന്റെ പ്രാഥമിക വിലയിരുത്തൽ സമയം അല്ലെ. അതൊരു ഇമ്പോർട്ടന്റ് ആണ്, ഇൻഡിക്കേറ്റർ ആണ്. രണ്ടാമത്തത്, റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours with a similar presenting complaints. സെയിം പോയിന്റ് അവിടെ പറഞ്ഞത് അല്ലെ. അതായത് സമാനമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് 72 മണിക്കൂറിനുള്ളിൽ വീണ്ടും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന കേസുകളുടെ ശതമാനം അല്ലെങ്കിൽ അതിന്റെ എണ്ണം അല്ലെ. കാഷ്വാലിറ്റിയിൽ വന്നു, ട്രീറ്റ്മെന്റ് എടുത്തു പോയി, വീണ്ടും 72 മണിക്കൂർ കഴിയുമ്പോൾ അതേ പ്രോബ്ലംസ് ആയിട്ട് വീണ്ടും കാഷ്വാലിറ്റിയിൽ വരുന്ന രോഗികളുടെ എണ്ണം. ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആയിരിക്കില്ല, ഇനീഷ്യൽ ഡയഗ്നോസിസ് കറക്റ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് വീണ്ടും തിരിച്ചു വരേണ്ട സാഹചര്യം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അടുത്തത് നമ്മൾ അവിടെ പറയാത്തൊരു പോയിന്റ് ആണ്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. റീ ഇൻക്യുബേഷൻ റേറ്റ്. എന്താണ് റീ ഇൻക്യുബേഷൻ റേറ്റ്? ഓക്കെ, എന്താണ് റീ ഇൻക്യുബേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടില്ലാത്ത പോയിന്റ് ആണ് കേട്ടോ. റീ ഇൻക്യുബേഷൻ പറയുന്നതിനേക്കാളും മുമ്പായിട്ട് എന്താണ് ഇൻക്യുബേഷൻ എന്നാണ്. എന്താണ് ഇൻക്യുബേഷൻ? ട്യൂബ് ഉണ്ടല്ലേ അതിനകത്ത്. ഓക്കെ, അത് തന്നെ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? പ്രൊസീജിയർ, ഇതൊരു മെഡിക്കൽ പ്രൊസീജിയർ ആണ്. ട്യൂബ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ
പേഷ്യൻസ് എയർവേ കേട്ടോ. അതായത് ഈ പറയുന്ന രോഗിയുടെ ശ്വസന നാളം ഉണ്ടല്ലോ, അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ട്യൂബ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ടു പ്രൊവൈഡ് ദ പ്രോപ്പർ വെന്റിലേഷൻ. അവർക്ക് വേറെ തടസ്സങ്ങൾ, ശ്വാസ തടസ്സങ്ങളൊന്നും തട്ടാതെ അവർക്ക് എന്ത് കൊടുക്കണം, നല്ല രീതിയിൽ എയർ ഫ്ലോ നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ആ ഒരു പേഷ്യന്റിന്റെ ഈ പറയുന്ന എയർവേയിലോട്ട് അല്ലെ, ശ്വസന നാളത്തിലോട്ട് നമ്മൾ ഇറക്കുന്ന ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു മെഡിക്കൽ പ്രൊസീജിയർ, അതിനെയാണ് നമ്മൾ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അത് തന്നെ കുഞ്ഞി കറക്റ്റ് ട്രക്കിയോസ്റ്റമി ട്യൂബ്, അല്ലെങ്കിൽ ട്രക്കിയോസ്റ്റമിയെ പറ്റി പഠിക്കുന്നുണ്ട് കേട്ടോ. മെഡിക്കൽ എക്യുപ്മെന്റ്സ് പഠിക്കില്ലേ, അതിനകത്തുണ്ട് കേട്ടോ. അതായത് നമ്മുടെ നെക്കിന്റെ ഭാഗത്ത്, നെക്കിന്റെ കൂടെ ആകുമ്പോൾ ചിലപ്പോൾ മൗത്തിലൂടെ ആകും ചെറിയൊരു ഇൻസിഷൻ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഇത് കൊടുക്കുന്നത് അനസ്തേഷ്യ ഒക്കെ കൊടുക്കില്ലേ, സർജറി അനസ്തേഷ്യ ടൈമിലൊക്കെയാണ് നമ്മളിങ്ങനെ ഇൻക്യുബേഷൻ ചെയ്യുന്നത്. കാര്യം അനസ്തേഷ്യ സമയത്ത് മിക്കവാറും രോഗി അൺകോൺഷ്യസ് ആയിരിക്കുമല്ലോ. അത് സ്വാഭാവികമായിട്ട് ശ്വസന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ സമയത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് രോഗിക്ക് എന്ത് തരാൻ പാടില്ല, ശ്വാസ തടസ്സങ്ങൾ വരാനായിട്ട് പാടില്ല. അതിന് വേണ്ടിയിട്ട് ഘടിപ്പിക്കുന്നതാണ്. അങ്ങനെയാണ് ആ ഒരു പ്രൊസീജിയറിനെയാണ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻക്യുബേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ റീ ഇൻക്യുബേഷൻ എന്തായിരിക്കും? റീ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? It was defined as the intubation after extubation of a patient who had been initially tracheal intubated under general anesthesia or combined general and regional anesthesia. അല്ലെ, സാധാരണ നമ്മള് ജനറൽ അനസ്തേഷ്യ സമയത്ത് ആ റീജിയണൽ അനസ്തേഷ്യ സമയത്ത് നമ്മൾ പേഷ്യന്റിന്റെ നേരത്തെ പറഞ്ഞ പോലെ ട്രക്കിയോസ്റ്റമി അല്ലെ, നമ്മൾ ട്രക്കിയോ ട്യൂബ് നമ്മുടെ നെഞ്ച് നമ്മുടെ ശ്വസന നാളത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ട്യൂബ് ഇറക്കി വിട്ടു, ഇൻറ്റുബേഷൻ ചെയ്തു പിന്നെ എക്സ്റ്റുബേഷൻ നടത്തി, ട്യൂബ് എടുത്ത് മാറ്റി. പക്ഷെ വീണ്ടും എന്ത് സംഭവിക്കാണ്, പെട്ടെന്ന് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ വീണ്ടും റീ ഇൻറ്റുബേഷൻ ചെയ്യേണ്ടി വരികയാണ് അല്ലെ. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇൻറ്റുബേഷൻ ചെയ്ത് എക്സ്റ്റുബേഷനും കഴിഞ്ഞു, സംഭവം പുറത്തെടുത്തു. പക്ഷെ പെട്ടെന്ന് രോഗിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു എന്താ പറയാ ശ്വാസ സംബന്ധമായിട്ട് പ്രശ്നമില്ല, മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരികയാണെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ പറയുന്ന ട്യൂബ് വീണ്ടും ഇൻസേർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം. അതിനെയാണ് റീ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. റീ ഇൻറ്റുബേഷൻ വാസ് ഡിഫൈൻഡ് ആസ് ദ ഇൻറ്റുബേഷൻ ആഫ്റ്റർ എക്സ്റ്റുബേഷൻ. ഓക്കെ, intubation after extubation, that is called a re-intubation. Now, okay, who had been initially tracheal intubated under general anesthesia or combined general and regional anesthesia. Clear ആയല്ലോ. അങ്ങനെയുള്ള കേസുകളുടെ നിരക്കാണ് അവിടെ നോക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. ICU എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പരിശീലിക്കും കേട്ടോ. ഓക്കെ ആണോ, മനസ്സിലായോ? ഓക്കെ, അടുത്തത് നാലാമത്തെ പോയിന്റ്, നാലാമത്തെ ഡിപ്പാർട്ട്മെന്റ് ഇതാണ് ഓപ്പറേഷൻ തിയേറ്റർ ഓർ അനസ്തേഷ്യ. ഓപ്പറേഷൻ തിയേറ്റർ ഓർ അനസ്തേഷ്യ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് കേട്ടോ. ഫസ്റ്റ് എന്താണ്, പെർസെന്റേജ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. അതാണ് പെർസെന്റേജ് ഓഫ്, അതോടെ പറയാത്ത പോയിന്റ് ആണ് കേട്ടോ. പെർസെന്റേജ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ, അതായത് അനസ്തേഷ്യ പ്ലാനിന്റെ വരുത്തുന്ന മോഡിഫൈ ചെയ്തിട്ടുള്ള അനസ്തേഷ്യ പ്ലാനുകളുടെ ശതമാനം. അതാണ് മോഡിഫൈ ചെയ്തിട്ടുള്ള അനസ്തേഷ്യ പ്ലാനുകളുടെ ശതമാനം അല്ലെ. ഇപ്പൊ നമുക്കറിയാം അനസ്തേഷ്യ കൊടുക്കാനായിട്ട് പ്രത്യേക അനസ്തേഷ്യോളജിസ്റ്റ് വേണം, അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ആണ് എന്ത് കൊടുക്കുന്നത്, രോഗികൾക്ക് അനസ്തേഷ്യ കൊടുക്കുന്നത്. അപ്പൊ ചിലപ്പോൾ രോഗികൾക്ക് കൊടുക്കുന്ന അനസ്തേഷ്യ പ്ലാനിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്താം, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താം. അങ്ങനെ എപ്പോഴും നടക്കുന്നില്ല, പക്ഷെ ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുള്ള കേസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പെർസെന്റേജ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. ചിലപ്പോൾ അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് വരാൻ വൈകി, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ പ്രൊസീജിയർ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വേണമെങ്കിൽ ചേഞ്ച് വരാം. ആ പ്ലാനിങ്ങിന് തന്നെ നമുക്കൊരു മാറ്റം വരുത്തേണ്ടി വരും. അനസ്തേറ്റിക് ഏജന്റ്, അതായത് നമ്മൾ അനസ്തേഷ്യക്കായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളിൽ വല്ല വ്യത്യാസം നമുക്ക് വരുത്തേണ്ട ഒരു സാഹചര്യം വരികയാണ് അല്ലെ. അനസ്തേറ്റിക് ഏജൻസ് അങ്ങനെയൊക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുള്ള അനസ്തേഷ്യ പ്ലാനുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ടാമത് പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് വെന്റിലേഷൻ ഫോളോയിങ് അനസ്തേഷ്യ. അതാണ് അതവിടെ പറയാത്തൊരു പോയിന്റ് ആണ്. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് വെന്റിലേഷൻ ഫോളോയിങ് അനസ്തേഷ്യ. അനസ്തേഷ്യയെ തുടർന്നിട്ട്
ആകസ്മികമായിട്ട് രോഗിയെ വെന്റിലേറ്ററിൽ മാറ്റേണ്ട ഒരു സാഹചര്യം, അങ്ങനെയുള്ള കേസുകളുടെ ശതമാനം. ഈ അനസ്തേഷ്യ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ, അനസ്തേഷ്യ കൊടുത്തത് പ്രോപ്പർ അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കും കേട്ടോ. അപ്പൊ ഈ അനസ്തേഷ്യയെ തുടർന്ന് ചിലപ്പോൾ വെന്റിലേറ്ററിലോട്ട് മാറ്റേണ്ടി വരുന്ന, അത് വെന്റിലേറ്ററിലോട്ട് മാറ്റേണ്ടി വരുന്ന അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്നുണ്ട്, കോംപ്ലിക്കേഷൻ വരുമ്പോഴൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ അതിനെ തുടർന്ന് അൺപ്ലാൻഡ് ആയിട്ട് വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വന്ന കേസുകളുടെ ശതമാനം, പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് വെന്റിലേഷൻ ഫോളോയിങ് അനസ്തേഷ്യ, അനസ്തേഷ്യ തുടർന്ന് വരുന്ന കേസുകളാണ്. അടുത്തത് പെർസെന്റേജ് ഓഫ് അൺഫേവറബിൾ അനസ്തേഷ്യ ഇവന്റ്സ്. അതുപോലെ തന്നെ എന്താണ്, പ്രതികൂലമായിട്ട് വരുന്ന ചില അനസ്തേഷ്യ സംഭവങ്ങളുടെ ശതമാനം. അനസ്തേഷ്യ കൊടുക്കുമ്പോൾ അതിലെന്തെങ്കിലും പാകപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വല്ല സെന്റിനൽ ഇവന്റ്സുകളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വല്ല അൺഫേവറബിൾ ആയിട്ടുള്ള അനസ്തേഷ്യ ഇവന്റ്സുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എത്ര കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരിക്കലാണെന്ന് തോന്നുന്നു ഡെലിവറി സമയത്ത് അനസ്തേഷ്യയില് പ്രശ്നം കാരണം കൊണ്ട് ഒരു സ്ത്രീ മരണപ്പെട്ടിരുന്നു. ഈ പറയുന്ന ഡെലിവറി ടൈമിലാണ് തോന്നുന്നു. സിസേറിയൻ സെക്ഷൻ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് അനസ്തേഷ്യ കൊടുത്തതിന് നല്ലൊരു പാകപ്പിഴ മൂലം ആ ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചില പ്രതികൂലമായിട്ട് വരുന്ന അനസ്തേഷ്യ സംഭവങ്ങളുടെയൊക്കെ ശതമാനമാണ് കേട്ടോ. പിന്നെ വരുന്നത് അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ് കേട്ടോ. എന്താണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെത്ത് റേറ്റ് ആണ് കേട്ടോ. മോർട്ടാലിറ്റി അല്ലെ, മോർട്ടൽ കേട്ടിട്ടില്ലേ? മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെത്ത് റേറ്റ് ആണ് കേട്ടോ. അനസ്തേഷ്യ മൂലം ഉണ്ടാകുന്ന മരണങ്ങളുടെ നിരക്ക്. ഇതൊന്നും കേട്ട് എപ്പോഴും മരണം സംഭവിച്ചിട്ടല്ല, അതൊക്കെ വളരെ എന്താ പറയാ ഇടയ്ക്കൊക്കെ വരുന്ന അല്ലെങ്കിൽ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടൊക്കെ വരുന്ന ചില ഇൻസിഡന്റുകളാണ് കേട്ടോ. അപ്പൊ അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി കേട്ടോ. പിന്നെ വരുന്നത് പെർസെന്റേജ് ഓഫ് എന്താണ് അൺപ്ലാൻഡ് റിട്ടേൺ ടു ഓപ്പറേഷൻ തിയേറ്റർ. അവിടെ പറഞ്ഞ പോയിന്റാണ്, അതായത് ആദ്യത്തെ ഒരു സർജറിക്ക് ശേഷം വീണ്ടും രണ്ടാമത്തെ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളുടെ ശതമാനം. ഓക്കെ, പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു ഓപ്പറേഷൻ തിയേറ്റർ. പിന്നെ പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് കേട്ടോ. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. അതുപോലെ റീഷെഡ്യൂൾ ചെയ്യപ്പെട്ട സർജറികളുടെ ശതമാനം. റീഷെഡ്യൂൾ ചെയ്യപ്പെട്ട നേരത്തെ പറഞ്ഞല്ലോ, ചിലപ്പോൾ പൊതുവെ നമ്മളൊരു രോഗിയെ സർജറിക്ക് കയറ്റുമ്പോൾ അവരുടെ കണ്ടീഷൻസ് എല്ലാം സ്റ്റേബിൾ ആയതിനു ശേഷമാണ് നമ്മൾ പൊതുവെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അവരെ സർജറിക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു സർജന് ഇപ്പൊ അന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു തിരക്ക് വന്നു, അല്ലെങ്കിൽ സർജറി എന്തെങ്കിലും അന്നത്തെ ദിവസം സർജറി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നെങ്കിൽ അത് നമുക്ക് റീഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പൊ രോഗിയുടെ തന്നെ സർജറിക്ക് വിധേയമാവുന്ന രോഗിയുടെ കണ്ടീഷനിൽ വല്ല ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ട് സർജറി ചിലപ്പോൾ പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് പ്രീപോൺ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ റീഷെഡ്യൂൾ ചെയ്യപ്പെട്ട സർജറികളുടെ ശതമാനം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറി. ആ റീഷെഡ്യൂൾ ചെയ്യപ്പെട്ട സർജറികളുടെ ശതമാനം. അടുത്ത കേസ്, ഏഴാമത്തെ പോയിന്റ്, പെർസെന്റേജ് ഓഫ് കേസസ് where the organization procedure to avert hostile events like wrong site, wrong patient and wrong surgery has been adhered to. നേരത്തെ പറഞ്ഞ പോയിന്റ് അല്ലേ, അതായത് നമ്മൾ ഈ പറയുന്ന റോങ് ആയിട്ട് തെറ്റായ സ്ഥലത്ത് സർജറി നടത്തുക, അല്ലെങ്കിൽ തെറ്റായ വ്യക്തിയിൽ ആള് മാറിപ്പോയി സർജറി ചെയ്യുക, അല്ലെ അല്ലെങ്കിൽ നമ്മള് റോങ് സർജറി ചെയ്യാം, സർജറി ആവശ്യമില്ലാത്ത സ്ഥലത്ത് സർജറി ചെയ്യാം. അങ്ങനെയൊക്കെ വരുന്ന പല എന്താ പറയാ പ്രതികൂല സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ ചില നടപടിക്രമങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത്തരം ഓർഗനൈസേഷന്റെ പ്രൊസീജിയർ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നടത്തുന്ന സർജറികളുടെ ശതമാനമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം സർജറിക്കായാലും കൃത്യമായ പോളിസികളും പ്രൊസീജിയറുകളും ഉണ്ട്. അതിങ്ങനെയുള്ള പല അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽ അങ്ങനെയുള്ള പോളിസി പ്രൊസീജിയറുകളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. അത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള സർജറികളുടെ ശതമാനം, അതാണ് അത് ഉദ്ദേശിക്കുന്നത്. Percentage of cases where the organization procedure to avert hostile events like the wrong site, wrong patient and wrong surgery has been adhered to. അങ്ങനെ പാലിക്കപ്പെട്ടതിന്റെ ശതമാനം. ഓക്കെ, അടുത്ത നോക്കിയേ, percentage of cases who received suitable prophylactic antibiotics within the specified time frame. 3 point ആണ് അല്ലെ.
അതായത് ഒരു സ്പെസിഫൈഡ് ടൈം ഫ്രെയിമിൽ നിശ്ചിത ഒരു ടൈമില് അല്ലെ ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമില് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുള്ള എന്താണ് കേസുകളുടെ ശതമാനം. പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഈ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുള്ള ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുന്നോടിയായിട്ട് തന്നെ അവർക്ക് എന്ത് കൊടുക്കും, പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ കൊടുക്കും. കാര്യം ആ ഒരു ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അത്തരത്തില് അനുയോജ്യമായിട്ടുള്ള പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് റിസീവ് ചെയ്തിട്ടുള്ള കേസുകളുടെ ശതമാനം. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ആണ്. പിന്നെ വരുന്നത് പെർസെന്റേജ് ഓഫ് കേസസ് in which the planned surgery is altered intraoperatively. ശ്രദ്ധിക്കണം ആ പോയിന്റ്, അതാണ് പറയാത്തതാണ്. പെർസെന്റേജ് ഓഫ് കേസസ് in which the planned surgery is altered intraoperatively. intraoperatively അതായത് നമ്മളിപ്പോ സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, സർജറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാണ്, അതൊന്ന് ആ ഒരു സർജിക്കൽ പ്ലാൻ ജസ്റ്റ് നമുക്ക് ആൾട്ടർ ചെയ്യേണ്ട സാഹചര്യം വരണം. ചെറുതായിട്ടൊന്ന് നമുക്ക് മാറ്റം വരുത്തേണ്ട ഒരു സംഭവം വരികയാണ്. അങ്ങനെ വരികയാണ്, ഒരു സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സർജറിയുടെ സമയത്ത് പെട്ടെന്നൊരു സിവിയർ ബ്ലീഡിങ് വന്നു, അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള ഒരു ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പൊ ചിലപ്പോൾ സർജറി കുറച്ച് നേരം ചിലപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിനൊന്ന് മാറ്റിപ്പിടിക്കേണ്ട എന്തെങ്കിലും അവസ്ഥകളുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പെർസെന്റേജ് അതാണ് ഇൻട്രാ ഓപ്പറേറ്റീവ് എന്ന് വെച്ചാൽ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, പ്ലാന്റ് അല്ലാതെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പേഷ്യന്റിന്റെ കണ്ടീഷൻ വളരെ വേഴ്സായി, മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പേഷ്യന്റ് കാണിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പെട്ടെന്ന് തന്നെ ആ സർജറി സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് ഒന്ന് ആൾട്ടർ ചെയ്യേണ്ട ഒരു സാഹചര്യം കേട്ടോ, അത് നോക്കാൻ മതി. അപ്പൊ ആ രീതിയിൽ വന്നിട്ടുള്ള കേസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പെർസെന്റേജ് ഓഫ് കേസസ് in which the planned surgery ആയിരുന്നു, പക്ഷെ ദാറ്റ് ഈസ് ആൾട്ടേർഡ്. അപ്പൊ ഇത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരികയാണ് ഇൻട്രാ ഓപ്പറേറ്റീവ്. അത് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് തന്നെ ചേഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം. അടുത്തതാണ് റീ എക്സ്പ്ലോറേഷൻ റേറ്റ് കേട്ടോ. എന്താണ് റീ എക്സ്പ്ലോറേഷൻ റേറ്റ്? അതായത് ഈ പറയുന്ന സർജറി എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചാൽ എന്താ, റീ എക്സ്പ്ലോറേഷൻ റേറ്റ് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്റർ സർജറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സർജറി ചെയ്തു കഴിഞ്ഞ ഭാഗത്ത് വീണ്ടും ഒരു സർജറി ചെയ്യേണ്ട സാഹചര്യം. ഓക്കെ, സർജറി ചെയ്തു കഴിഞ്ഞാൽ വല്ല ഭാഗം ഉണ്ടാവുമല്ലോ, അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പോലെ മറ്റെന്തെങ്കിലും പ്രോബ്ലം മൂലം വീണ്ടും അവിടെ സർജറി ചെയ്യുന്ന ഒരു സാഹചര്യം കേട്ടോ. അത് ഇതുപോലെ തന്നെയാണ് പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT പറഞ്ഞില്ലേ, അതുപോലത്തെ തന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ. റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്നാണ് കേട്ടോ. അതായത് സർജറി കഴിഞ്ഞ ഭാഗം വീണ്ടും നമുക്ക് റീ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ. അങ്ങനെ വന്നിട്ടുള്ള കേസുകളുടെ നിരക്ക് അല്ലെങ്കിൽ അതിന്റെ ശതമാനം. ഓക്കെ, പിന്നെ എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ യൂട്ടിലൈസേഷൻ റേറ്റ്? ഓപ്പറേഷൻ തിയേറ്റർ എത്രത്തോളം ആ ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ദാറ്റ് മീൻസ് എത്രത്തോളം സർജറികളും അവിടെ നടക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അതിലൂടെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. OT യൂട്ടിലൈസേഷൻ റേറ്റ് എത്രത്തോളം ഓപ്പറേഷൻ തിയേറ്ററുകൾ അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു സമയത്ത് എത്രത്തോളം ഓപ്പറേഷൻസ് സർജറികളൊക്കെ നടന്നിട്ടുണ്ട്, അതിന്റെ ആ ഒരു റേറ്റ് അല്ലെങ്കിൽ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? ഇതെല്ലാം നോക്കുമ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ അനസ്തേഷ്യ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ക്വാളിറ്റി പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? വായിക്കാമോ ജസ്റ്റ്? ഓക്കെ ആണല്ലോ. ഇതിൽ കുറെ പോയിന്റുകൾ നമ്മൾ അവിടെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് അധികം അതിന്റെ എക്സ്പ്ലനേഷൻ തരേണ്ട കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത നോക്കാം, നമുക്ക് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നോക്കാം കേട്ടോ. ലാബ് ഓർ 8th പോയിന്റ് ഒന്നുകൂടെ, 8ാമത്തെ പോയിന്റ് പെർസെന്റേജ് ഓഫ് കേസസ് ഫോർ റിസീവ്ഡ് സ്യൂട്ടബിൾ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം. സോ അതിന്റെ നമ്മൾ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണ് കേട്ടോ. അതായത് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള ആളുകളുണ്ടാവില്ലേ, അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് മുൻകൂട്ടി തന്നെ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കും, പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് കൊടുക്കും.
ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ അതിന് മരുന്ന് കൊടുക്കും. അങ്ങനെ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുള്ള കേസുകളുടെ ശതമാനമാണ് അവർ ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ച് ഒരു HIV പേഷ്യന്റ് ആണ്, അയാളിപ്പോ ഒരു സർജറിക്ക് വിധേയമാണെന്ന് വെച്ചാൽ അയാൾ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ HIV പേഷ്യന്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്ക് ആയിരിക്കും, പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത. അപ്പൊ അവർക്ക് എന്ത് വേണം, ആ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവർക്ക് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് നമ്മൾ കൊടുത്തിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ കൊടുത്തിട്ടുള്ള കേസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എത്ര ആളുകൾക്ക് അങ്ങനെ കൊടുക്കേണ്ടി വന്നു, എത്ര കേസുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തു. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? അടുത്തത് ലാബ് അല്ലെങ്കിൽ ഏഴാമത്തെ പോയിന്റ് നമ്മൾ അവിടെ പറഞ്ഞതാണ് പെർസെന്റേജ് ഓഫ് കേസസ് ഓർഗനൈസേഷൻ പ്രൊസീജിയർ പ്രവർത്തനം. അതായത് ഈ തെറ്റായിട്ടുള്ള സർജറികൾ നടക്കാതിരിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ ചില നടപടിക്രമങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ. അത്തരം നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള എന്താ പറയാ സർജറികളുടെ ശതമാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ ഒരു തെറ്റായ സൈറ്റിൽ പോയി സർജറി ചെയ്യാം അല്ലെ. ഇപ്പൊ സർജറി ചെയ്യുന്ന സമയത്ത് തെറ്റായ ഭാഗത്ത് സർജറി ചെയ്യാം, ആള് മാറി സർജറി ചെയ്യാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ചില നടപടിക്രമങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത്തരം നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് എത്ര സർജിക്കൽ കേസുകൾ അവിടെ നടന്നിട്ടുണ്ട് എന്നതിന്റെ ശതമാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കാണാം. ഓക്കെ, അടുത്തതാണ് ലാബ് ഓർ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അല്ലെങ്കിൽ നമ്മൾ ഡയഗ്നോസ്റ്റിക്സ് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ലാബ് റേഡിയോളജി എന്നൊക്കെ പറഞ്ഞ എന്താണ് ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റുകളാണ് അല്ലെ, രോഗനിർണയം നടത്തുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ്. അത്തരം ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻസ്. അതായത് ഓരോ 1000 ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ലാബ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ റേഡിയോളജി ടെസ്റ്റുകൾ, അതൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻ. അങ്ങനെ ഓരോ 1000 ഇൻവെസ്റ്റിഗേഷൻസിനകത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എററുകളുടെ എണ്ണം, എത്ര കേസുകളില് 1000 ഇൻവെസ്റ്റിഗേഷൻസ് ആണ് നടത്തിയിട്ടുണ്ട്, 1000 ലാബ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ 1000 റേഡിയോളജി ടെസ്റ്റുകൾ നടത്തിയിട്ടുള്ളത് എത്ര എണ്ണത്തില് എറർ വന്നിട്ടുണ്ട്, തെറ്റുകൾ വന്നിട്ടുള്ള ലാബ് ടെസ്റ്റുകളുടെ ശതമാനം അല്ലെങ്കിൽ അതിന്റെ എണ്ണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് 1000 ഇൻവെസ്റ്റിഗേഷൻ. രണ്ടാമത്തെ എന്താണ്, റേറ്റ് ഓഫ് റീടെസ്റ്റ്. റേറ്റ് ഓഫ് റീടെസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് രണ്ടാമത് വീണ്ടും ടെസ്റ്റ് നടത്തേണ്ട വരില്ലേ. രണ്ടാമത് ആദ്യത്തെ ലാബ് ടെസ്റ്റ് അത് കറക്റ്റ് ആയിരുന്നില്ല, രണ്ടാമത് വീണ്ടും പല കാരണങ്ങളാവാം. നമ്മൾ ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചേ ചിലപ്പോൾ ആദ്യത്തെ ടെസ്റ്റിന് വേണ്ടി കൊടുത്ത സാമ്പിള് പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു റീകളക്ഷൻ അവർ പറയും, വീണ്ടും ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ വീണ്ടും പ്രസിഡന്റ് കളക്ട് ചെയ്ത് രണ്ടാമത് വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ റീടെസ്റ്റ് എന്ന് വെച്ചാൽ രണ്ടാമത് ടെസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ള അത്തരം എന്താ പറയാ ഇൻവെസ്റ്റിഗേഷൻസിന്റെ നിരക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആദ്യത്തെ പറഞ്ഞത് 1000 ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയത് എത്ര ടെസ്റ്റുകളിൽ എറർ സംഭവിച്ചിട്ടുണ്ട് അതിന്റെ. രണ്ടാമത്തത് റേറ്റ് ഓഫ് റീടെസ്റ്റ്, എത്ര ടെസ്റ്റുകൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. 2-3 പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം ശരിയാകാത്ത വരവുണ്ട്, രണ്ടാമത്തെ പ്രാവശ്യം അല്ലെങ്കിൽ 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടാവും. അങ്ങനെ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ടെസ്റ്റുകളുടെ ശതമാനം, അതാണ് റേറ്റ് ഓഫ് റീടെസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. അതാണ് പറയുന്നത്, അതവിടെ പറയാത്തൊരു പോയിന്റ് ആണ് കേട്ടോ. ഇതൊന്ന് ശ്രദ്ധിക്കാം. പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. അതായത് നമ്മുടെ ഡോക്ടർ നടത്തുന്ന ക്ലിനിക്കൽ ഡയഗ്നോസിസ് ഉണ്ടല്ലോ, ഡോക്ടർക്ക് ഒരു അസംഷൻ ഉണ്ടായിരിക്കും. രോഗിയെ പരിശോധിക്കുമ്പോൾ ഒരു അസംഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. നമ്മൾ മെഡിക്കൽ റെക്കോർഡ് പഠിച്ചപ്പോ ഫിസിക്കൽ എക്സാമിനേഷനും ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ ഒരു ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു അസംഷൻ ഉണ്ടാവാം, ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഡോക്ടർ എടുത്തിട്ടുണ്ടാവാം. അപ്പൊ ആ ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് കോറിലേറ്റ് ചെയ്തു പോകുന്ന, അതുമായിട്ട് ഒത്തുപോകുന്ന ഈ പറയുന്ന ലബോറട്ടറി റിപ്പോർട്ടുകളുടെ ശതമാനം എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ അസസ്മെന്റും ലാബ് റിപ്പോർട്ടും എന്താണ് ഏകദേശം ഒരുപോലെ ആവുന്ന, അതായത് കറക്റ്റ് ഡയഗ്നോസിസ് ചെയ്യപ്പെട്ടിട്ടുള്ളതിന്റെ എണ്ണമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർക്ക് ഒരു അസംഷൻ ഉണ്ടാകും, ഇയാൾക്ക് ഒരു ഇങ്ങനെ അസുഖമാവാം, ഒരു ന്യൂമോണിയ ആവാം എന്ന് ഡോക്ടർ അസംഷൻ നടത്തിയിട്ടുണ്ടായിരിക്കാം.
അതിന്റെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഡോക്ടർ രോഗിയുടെ അടുത്ത് പറയാൻ ഒരു ലാബ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ബ്ലഡ് ടെസ്റ്റിലൂടെ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ബ്ലഡ് ടെസ്റ്റ് മാത്രമല്ല എക്സ്റേയിലൂടെ അറിയാൻ പറ്റും. എക്സ്റേ ടെസ്റ്റ് അറിയാണ്, എക്സ്റേ ടെസ്റ്റ് നോക്കിയപ്പോൾ കറക്റ്റ് ആണ്, സംഭവം ന്യൂമോണിയാണ്. അപ്പൊ ആ രീതിയിൽ ഡോക്ടറുടെ ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് ചേർന്ന് പോകുന്ന ഒത്തുപോകുന്ന ലബോറട്ടറി റിപ്പോർട്ടുകളുടെ ശതമാനം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലൂടെയൊക്കെ നമുക്ക് പലതും അളക്കാൻ പറ്റും. ആ ഒരു ഡോക്ടറുടെ ക്വാളിറ്റി നമുക്ക് അളക്കാനായിട്ട് സാധിക്കും. ശരിയല്ലേ? ഡോക്ടറുടെ അസംഷൻ കറക്റ്റ് ആണോ എന്നത് കൂടെ അതിന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഡോക്ടേഴ്സിനെ അളക്കാൻ പറ്റും. ഓക്കെ, പിന്നെന്താണ് പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു ദ സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ദ ഡയഗ്നോസിസ്. അവിടെ പറഞ്ഞ പോയിന്റ് ആണ്, ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ഈ പറയുന്ന ജീവനക്കാര് സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്ന ജീവനക്കാരുടെ ശതമാനം. നമ്മൾ ലബോറട്ടറി പഠിച്ചു, നിങ്ങൾ റേഡിയോളജി ഒക്കെ പഠിച്ചതാണ്. അപ്പൊ അതിനകത്ത് നമുക്കറിയാം കുറെ സേഫ്റ്റി പ്രിക്കോഷൻസ് അവിടെ പാലിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിലെ സേഫ്റ്റി പ്രിക്കോഷൻസ് സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്ന ഒരു ഈ പറയുന്ന സ്റ്റാഫുകളുടെ ശതമാനം. ഓക്കെ, ഇതാണ് കേട്ടോ അവിടെ പറയുന്നത്, പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ ദ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ദ ഡയഗ്നോസിസ്. അപ്പൊ അത്രയും വരുന്നുള്ളൂ. അപ്പൊ ലാബ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അതാണ്. നെക്സ്റ്റ് നോക്കാം നമുക്ക് ഫാർമസി കേട്ടോ. ഇതാണ് ഫാർമസി. ഈ ഫാർമസി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് കേട്ടോ. ഒന്ന് പ്രിസ്ക്രിപ്ഷൻ എറർ റേറ്റ് അല്ലെ, പ്രിസ്ക്രിപ്ഷനിൽ വരുന്ന തെറ്റുകളുടെ നിരക്ക് അല്ലെ. ചില പ്രിസ്ക്രിപ്ഷൻസ് തെറ്റിപ്പോവാറുണ്ട് അല്ലെ, അങ്ങനെ പ്രിസ്ക്രിപ്ഷൻ എറർ കേട്ടോ. അത് പിന്നെ ഡിസ്പെൻസിങ് എറർ ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞ മെഡിക്കേഷൻ എറർ പോലെ തന്നെയാണ്. ഏത് സ്റ്റേജിൽ മെഡിക്കേഷൻ എറർ സംഭവിക്കാന്ന് പറഞ്ഞില്ലേ. ചിലപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്ത് തെറ്റ് വരാം, അല്ലെങ്കിൽ ആ മരുന്ന് ഫാർമസിയിൽ എടുത്തു കൊടുക്കുന്ന സമയത്ത് തെറ്റ് വരാം, മരുന്ന് എടുത്ത് കഴിക്കുന്ന സമയത്ത് തെറ്റുകൾ വരാൻ ഇതൊക്കെ വരില്ലേ, അതൊക്കെ ഇതിനകത്ത് വരും കേട്ടോ. പ്രിസ്ക്രിപ്ഷൻ എറർ കേട്ടോ, പ്രിസ്ക്രിപ്ഷനിൽ വരുന്ന തെറ്റുകള്. ഡിസ്പെൻസിങ് എറർ, നമ്മളൊരു മരുന്ന് വിതരണം ചെയ്യുമ്പോൾ എടുത്തു കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന എറർ, അങ്ങനെയുള്ളതിന്റെ ശതമാനം ഓക്കെ അതവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പറയുന്നത് പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻസ് കേട്ടോ. പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ദ ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻസ്, അതായത് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻ നമ്മൾ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ പഠിച്ചില്ല, അത് തന്നെ. അതായത് ഈ പറയുന്ന മരുന്നുകളുടെ പ്രതിപ്രവർത്തനം മൂലം ഉണ്ടാകുന്ന പ്രതികൂല സംഭവങ്ങൾ ഉണ്ടല്ലോ, അങ്ങനത്തെ ശതമാനം കേട്ടോ. അത് ചില മരുന്നുകൾ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ചില മരുന്നുകൾ എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് അതുമൂലം അത് നോർമൽ ഡോസിൽ എടുക്കുമ്പോൾ തന്നെ അത് പ്രത്യേകം പറയാണ്, നോർമൽ ഡോസിൽ എടുക്കുമ്പോൾ തന്നെ ചില മരുന്നുകൾ ചില ആൾക്കാർക്ക് പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ അങ്ങനെ അഡ്വേഴ്സ് ആയിട്ടുള്ള ചില ഡ്രഗ് റിയാക്ഷൻസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ ശതമാനമാണ് അവിടെ പറയുന്നത്. ഓക്കെ, അതാണ് പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻ. ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് ADR are 100 discharges that include LAMA, DAMA, abscond and death. ADR എന്ന് വെച്ചാൽ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആണ് കേട്ടോ. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആണ് കേട്ടോ ADRന്റെ ഫുൾ ഫോം. എന്താണ് ADRന്റെ ഫുൾ ഫോം? അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ കേട്ടോ. അപ്പൊ ഒരു 100 പേരില് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് എത്രത്തോളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 100 ആവാം, യൂണിറ്റ് മാറ്റാം കേട്ടോ. 1000 പേര് അങ്ങനെയൊക്കെ ആക്കാം കേട്ടോ. അതിൽ എന്തും കൂടെ ഉൾപ്പെടുന്നുണ്ട്, ഡിസ്ചാർജസ് ദാറ്റ് ഇൻക്ലൂഡ് ലാമ, ഡാമ, അബ്സ്കോണ്ട് ആൻഡ് ഡെത്ത് കേട്ടോ. അതായത് നമ്മളിപ്പം ഡോക്ടറുടെ ലീവിംഗ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അങ്ങനെയൊക്കെ പോകുന്ന കേസുകളുണ്ട്. അവരിലും അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കേസുകളുടെ ശതമാനം. അല്ലാണ്ട് അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന പേഷ്യന്റിന്റെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ മാത്രമല്ല അവിടെ കണക്കാക്കുന്നത്. ഡോക്ടറുടെ നിർദ്ദേശത്തിനെതിരായിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവില്ലേ, ഹോസ്പിറ്റലിൽ വിട്ടു പോകുന്ന ആൾക്കാരുണ്ടാവില്ലേ, അതുപോലെ അബ്സ്കോണ്ട് ചെയ്ത് പോകുന്നത്, മരിച്ചു പോകുന്ന ആൾക്കാര്, അതുപോലെ തന്നെ അവരുടെ വൈദ്യോപദേശത്തിനെതിരായിട്ട് ഒളിച്ചോടി പോകുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അവരെയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അവരിലും അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകളുടെ ശതമാനമാണ് എടുക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ ഇൻഡോർ പേഷ്യൻസിനെ മാത്രമല്ല കേട്ടോ അവിടെ എടുക്കുന്നത്. ഇങ്ങനെ പോയിട്ടുള്ള കേസുകളിൽ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന്റെ എണ്ണം കൂടെ അവിടെ പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് അത് പ്രത്യേകം അവിടെ എടുത്തു പറഞ്ഞത് കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? Percentage of incidence of hostile drug reaction discharges that include LAMA, DAMA, abscond and death. നമ്മൾ ചില ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞപ്പോഴേ ഇപ്പോ എന്താണ് ടൈം ടേബിൾ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അല്ലെ.
ഇൻഡോർ പേഷ്യൻസിന്റെ പ്രാഥമിക വിലയിരുത്തൽ കേസസ് ആണ്. അങ്ങനെ ചിലപ്പോൾ നമ്മൾ എടുത്തു പറയുന്നുണ്ട്. ഇവിടെ അങ്ങനെ എടുത്തു പറയുന്നില്ല. ഏത് പേഷ്യൻസ് ആവാം കേട്ടോ. അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് മാത്രമല്ല, ലാമ ഡാമ അബ്സ്കോളിന്റെ പേഷ്യൻസിന്റെ ഒക്കെ അതിനകത്ത് കണക്കാക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് 4ാമത്തെ പോയിന്റ് ഇതാണ്. പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ്. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ് അവിടെ അല്ലെ. എറർ പ്രോൺ, തെറ്റു വരാൻ സാധ്യതയുള്ള ചില ചുരുക്കെഴുത്തുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അത്തരം മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. എറർ പ്രോൺ അബ്രീവിയേഷൻസ് യൂസ് ചെയ്തുകൊണ്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. ഓർമ്മയുണ്ടോ? ഞാൻ മില്ലിഗ്രാം മെഗാഗ്രാം ഒക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? QP ആയി മാറുന്നത് പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെ എറർ പ്രോൺ അബ്രീവിയേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. ഓക്കെ, ഇനി എനിക്ക് പറയാൻ വയ്യ, മനസ്സിലാവാത്തവര് റെക്കോർഡ് ക്ലാസ് എടുത്ത് കാണാം കേട്ടോ. ഓക്കെ, അടുത്തത് പെർസെന്റേജ് ഓഫ് പേഷ്യൻസ് റിസീവിംഗ് ഹൈ റിസ്ക് മെഡിക്കേഷൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്സ്. കേട്ടോ, ഇതാണ് പെർസെന്റേജ് ഓഫ് പേഷ്യൻസ് റിസീവിംഗ് ഹൈ റിസ്ക് മെഡിക്കേഷൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്. അതായത് ഹൈ റിസ്ക് മെഡിക്കേഷൻസ് എടുക്കുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും. അവരുടെ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഇടയിൽ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുള്ള ആളുകൾ, അതിന്റെ ശതമാനമാണ് ഉദ്ദേശിക്കുന്നത്. ഹൈ റിസ്ക് മെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ഇല്ലേ, ഡയാലിസിസ് പേഷ്യൻസ്, അങ്ങനെയുള്ളവർ നമുക്ക് പറഞ്ഞ ഹൈ റിസ്ക് പേഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ അവര് കഴിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന മെഡിക്കേഷൻസ് ഈ പറയുന്ന അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്സ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അവരില് ഹൈ റിസ്ക് പേഷ്യൻസിന്റെ ഇടയിൽ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുള്ള കേസുകളുടെ ശതമാനം. നോർമൽ ആൾക്കാരല്ല, ഹൈ റിസ്ക് മെഡിക്കേഷൻസ് എടുക്കുന്നവരാണ്. പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻസ്, ഡയാലിസിസ് പേഷ്യൻസ്, അവരൊക്കെ ഹൈ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ അവര് മരുന്നുകൾ എടുക്കുന്നതിൽ ഇതുപോലെ അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്സ് അവരിൽ എത്ര പേർക്ക് വന്നിട്ടുണ്ട്, അങ്ങനെ വല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അതിന്റെയൊക്കെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, പെർസെന്റേജ് ഓഫ് പേഷ്യൻസ് റിസീവിംഗ് ഹൈ റിസ്ക് മെഡിക്കേഷൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്. ഓക്കെ, അടുത്തത് കേട്ടോ 6ാമത്തെ പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് obtained by the local purchase. Percentage of drugs and consumables obtained by the local purchase. Local purchaseലൂടെ നമ്മൾ വാങ്ങുന്ന ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ശതമാനം. ലോക്കൽ പർച്ചേസ് എന്ന് പറയുമ്പോൾ അവിടെ ചിലപ്പോൾ മരുന്നുകൾ എന്താവുന്നതില്ല, ക്വാളിറ്റി ഉണ്ടായിട്ടുള്ളത് നിർബന്ധം. മനസ്സിലാണ്? അപ്പൊ ഈ പക്ഷെ എന്താണ് ലോക്കൽ പർച്ചേസ് ചെയ്യുന്നത്? ചിലപ്പോൾ നമുക്ക് ബൾക്കായിട്ടൊക്കെ ഒരുപാട് എന്താ പറയാ പൈസ ആനുകൂല്യത്തിനും അങ്ങനെയൊക്കെ കിട്ടും. പക്ഷെ ക്വാളിറ്റിയിൽ ചിലപ്പോൾ എന്തുണ്ടാവില്ല, നല്ല ക്വാളിറ്റി ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ രീതിയിൽ ലോക്കൽ പർച്ചേസിംഗിലൂടെ ഈ പറയുന്നത് വാങ്ങിച്ചിട്ടുള്ള അങ്ങനെയുള്ള ചില ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസിന്റെ ശതമാനം. ഓക്കെ, അതൊരു ഫാക്ടറാണ്. പിന്നെ പറയുന്നത് പെർസെന്റേജ് ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഇൻക്ലൂഡിംഗ് എമർജൻസി ഡ്രഗ്സ് കേട്ടോ. അതായത് ലഭ്യമല്ലാത്ത മരുന്നുകൾ, പ്രത്യേകിച്ച് അടിയന്തര മരുന്നുകൾ ഉൾപ്പെടെ ലഭ്യമല്ലാത്ത മരുന്നുകളുടെ ശതമാനം. ഒരു ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ എല്ലാ മരുന്നുകളും ഉണ്ടാവണം അല്ലെ. ഈ പറയുന്ന മരുന്നുകൾ ഉണ്ടാവണം, ഡ്രഗ് ഫോർമുലറി പ്രകാരമുള്ള മരുന്നുകൾ ഉണ്ടായിരിക്കണം. അപ്പൊ അവിടെ ഈ പറയുന്ന ലഭ്യമല്ലാത്ത സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള എമർജൻസി മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ ശതമാനം കേട്ടോ, അതുകൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് അതിന്റെ ശതമാനം കേട്ടോ. പെർസെന്റേജ് ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഇൻക്ലൂഡിംഗ് എമർജൻസി ഡ്രഗ്സ്. അടുത്ത പോയിന്റ് ഇതാണ്. പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് റിഫ്യൂസ്ഡ് ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് GRN. ഇതാണ് GRN. അതിന്റെ ഫുൾ ഫോം അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്തിരിക്കാം. ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് എന്നാണ് കേട്ടോ. എന്താണ് ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് കേട്ടോ. അതായത് നമ്മൾ ഈ പറയുന്ന മരുന്നുകളുടെ ഇടപാട് അല്ലെങ്കിൽ അതിന്റെ സേവനങ്ങൾ എന്നിവയെ കുറിച്ച് നമ്മൾ വിവരങ്ങൾ നൽകുന്ന ഒരു എന്താ പറയാ ഒരു ഡോക്യുമെന്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഒരു റെസിപ്റ്റ് ആണ് GRN എന്നാണ് പറയുക കേട്ടോ. ഗുഡ്സ് റെസിപ്റ്റ് നോട്ടാണ്. ഗുഡ് അല്ല കേട്ടോ. ഗുഡ് എന്ന് പറയുമ്പോൾ നല്ലത് എന്നുള്ള ഗുഡ് എന്നല്ല. ഗുഡ്സ് ഇല്ലേ, ഗുഡ്സ് ചരക്കുകൾ എന്നൊക്കെ നമ്മൾ പറയാം. ആ ഗുഡ്സ് ആണ് കേട്ടോ. ഗുഡ്സ് കേട്ടോ, ഗുഡിന് ഇടണ്ട. നിങ്ങൾ ഗുഡിന്റെ രൂപ ചിലപ്പോൾ വിചാരിക്കും നല്ല ഗുഡ് എന്നുള്ള അർത്ഥമല്ല, ഗുഡ്സ് ആണ്, ചരക്കുകൾ എന്നുള്ള അർത്ഥം കേട്ടോ. അപ്പൊ GRN എന്ന് പറയുമ്പോൾ ഗുഡ്സ് റിസിപ്റ്റ് നോട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് ഫാർമസിയായിട്ട് ബന്ധപ്പെടുത്തിയ നമ്മൾ ഈ പറഞ്ഞത്. അതായത് ഈ ഫാർമസിയിൽ നമ്മൾ വാങ്ങുന്ന മരുന്നുകളുടെ ഇടപാടുകള്, മരുന്നുകളുടെ സേവനങ്ങളെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു റെസിപ്റ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ മരുന്നുകൾ സപ്ലൈസിന് വാങ്ങുന്ന സമയത്ത് ഈ ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ഈ ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന മരുന്നുകൾ പർച്ചേസ് ചെയ്യുന്നതും പല മരുന്നുകൾ ചിലപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നതും ആ സമയത്താണ്. അപ്പൊ ഇവിടെ പറയുന്നത് പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾ റിഫ്യൂസ്ഡ്
ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് GR, അതായത് ഈ ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ നിരസിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ റിഫ്യൂസ് ചെയ്തിട്ടുള്ള ആ മരുന്നുകളുടെ ശതമാനം. സാധാരണ നമ്മൾ ഇത് നോക്കി എല്ലാം ഓക്കെ ആണെങ്കിൽ സപ്ലൈസിന് ഈ മരുന്നുകളൊക്കെ വാങ്ങി ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് തയ്യാറാക്കണം. എല്ലാം കഴിഞ്ഞ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് തയ്യാറാക്കാം. ആ ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നത് നമുക്ക് ആ മരുന്നുകളുടെ ഇടപാടുകൾ, സേവനങ്ങൾ, ഇതൊക്കെയുള്ള കറക്റ്റ് ഡീറ്റെയിൽസ്, എന്തൊക്കെ മരുന്നുകൾ, എത്ര എമൗണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ റിഫ്യൂസ് ചെയ്തിട്ടുള്ള, വേണ്ടാന്ന് വെച്ചിട്ടുള്ള ചില മരുന്നുകളുടെ ശതമാനം. അപ്പൊ നമ്മൾ വന്നു കഴിയുമ്പോൾ ക്വാളിറ്റി മറ്റൊന്ന് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ പല മരുന്നുകളും നമുക്ക് മാറ്റേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കേണ്ടിയൊക്കെ വന്നേക്കാം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. Okay, percentage of drugs and consumables refused before the preparation of the GR. GR ന്റെ full form പഠിച്ചു വെക്കുന്നു കേട്ടോ. Goods receipt note. അടുത്തത് percentage of variations from the procurement process. എന്താണ് percentage of variations from the procurement process? എന്താണ് procurement എന്ന് പറഞ്ഞാൽ ഫാർമസിയിൽ പഠിച്ചിട്ടുണ്ട്, സംഭരണമാണ് കേട്ടോ. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോറേജ് കേട്ടോ, സംഭരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മൾ ഈ മരുന്നുകൾ മേടിച്ച് സംഭരിക്കുമ്പോൾ ആ സംഭരണത്തിൽ വരുന്ന ചില വ്യതിയാനങ്ങൾ, ചിലപ്പോൾ നമ്മൾ ഒരുപാട് കൊണ്ട് സ്റ്റോക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരുപാട് മെഡിസിൻസ് കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് അവിടെ പറയുന്നത് പ്രൊക്യൂർമെന്റ് പ്രോസസ്സിൽ മരുന്നുകളുടെ സംഭരണത്തിന്റെ കാര്യങ്ങളിൽ, സംഭരണ പ്രക്രിയയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതിന്റെ ശതമാനം. ഓക്കെ, ചിലപ്പോൾ പറഞ്ഞത്ര ഒരു നമ്മളിപ്പോ മരുന്നുകൾ സപ്ലൈ ചെയ്തു വന്നപ്പോ അത്രയും നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി അവിടെ ഇല്ല, ഫാർമസിക്ക് ഇല്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരില്ല. എപ്പോഴും നമ്മൾ ആ ഒരു ഫാർമസിയുടെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, ആ കപ്പാസിറ്റി അതുപോലെ ആളുകളുടെ നീഡ്സ്, അതിനൊക്കെ അനുസരിച്ചുകൊണ്ട് വേണം നമ്മൾ മരുന്നുകൾ വാങ്ങിച്ച് ഇത് ചെയ്യാനായിട്ട്, സ്റ്റോർ ചെയ്യാനായിട്ട്, സംഭരിക്കാനായിട്ട്. അത്തരത്തില് പ്രൊക്യൂർമെന്റ് പ്രോസസ്സിൽ വരുന്ന വ്യതിയാനങ്ങളുടെ ശതമാനം. ഓക്കെ, മതി കേട്ടോ, ഇത്രയും മതി. ഇനി നമുക്ക് ക്ലാസ് പറയുമ്പോൾ നിങ്ങൾ ദയവേദി ശ്രദ്ധിക്കാണ്. ഒരാള് ഞാൻ ഇത്ര എഫർട്ട് എടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എത്ര പ്രാവശ്യം ഞാൻ ഒരു കാര്യം ക്ലാസ്സിൽ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു. ഇതേ സ്ഥാനത്ത് ഇവിടെ വന്നിരുന്ന ഒരു 2-3 പ്രാവശ്യം പറഞ്ഞത് കേൾക്കാതെ വീണ്ടും ഇത് ഒന്നുകൂടെ പറയൂ, റിപ്പീറ്റ് ചെയ്യൂ, ഒന്നുകൂടെ പറയൂ പറഞ്ഞു എന്തൊന്നും അവസ്ഥ എന്ന് ആലോചിച്ചു. അപ്പൊ ദയവ് ഇതൊന്ന് ക്ലാസ് ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങളൊരു കാര്യം ചെയ്യുക, റെക്കോർഡഡ് ക്ലാസ് കാണും കേട്ടോ. നിങ്ങൾ ഇതിന് കേട്ടിരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളല്ല, നമ്മളിന്റെ ഇതിന് 2-3 പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു എഫർട്ട് കൂടെ നിങ്ങൾ പരിഗണിക്കണം കേട്ടോ. ഞാനും എനിക്കും എഫർട്ട് വരുന്നുണ്ട്, അത് മനസ്സിലാക്കും. Percentage of drugs and consumables refused before preparation of GR. ഗുഡ്സ് റെസിപ്റ്റ് നോട്ട്, ഗുഡ്സ് മരുന്നുകളുടെ ഇടപാടുകള്, അല്ലെങ്കിൽ മരുന്നുകൾ നമ്മൾ വാങ്ങുകയും കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ, അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു റെസിപ്റ്റ് ആണ് GRN എന്ന് പറയുന്നത്, ഗുഡ്സ് റെസിപ്റ്റ് നോട്ട്. അപ്പൊ നമ്മള് സാധാരണ മരുന്നുകൾ സപ്ലൈ ചെയ്ത് നമ്മൾ വാങ്ങിക്കൊണ്ടുവരില്ലേ, അങ്ങനെയാണ് നമ്മൾ ഫാർമസി ഒക്കെ പഠിച്ചതാണ്, ഇനി ഞാനത് കൂടുതൽ പറയുന്നില്ല. അപ്പൊ സപ്ലൈസ് നമ്മൾ മരുന്നുകൾ വാങ്ങിക്കഴിഞ്ഞിട്ട് ഇതിൽ വന്നുകൾ നോക്കും, ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നത്. അപ്പൊ ഈ ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ റിഫ്യൂസ് ചെയ്യുന്ന, നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന ചില മരുന്ന്, അതിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? മരുന്നുകൾ കൊണ്ടുവരും, നമ്മൾ ഓൾറെഡി പറയുന്നത് ഇത് വേണ്ട, അത് വേണ്ടാന്ന് വെക്കാം, അല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് പറഞ്ഞ് റിഫ്യൂസ് ചെയ്യില്ലേ. അങ്ങനെ ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നതിന് മുൻപ് റിഫ്യൂസ് ചെയ്യുന്ന, നിരസിക്കുന്ന മരുന്നുകളുടെ മാത്രമല്ല മറ്റുള്ള കൺസ്യൂമേഴ്സിന്റെയൊക്കെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുവരെ എടുത്ത കാര്യങ്ങള് നല്ലോണം വായിക്കുക കേട്ടോ. ഓക്കെ, വായിക്കാൻ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് റെക്കോർഡഡ് ആണല്ലോ, റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണാം. അപ്പൊ നിങ്ങൾ കേട്ട ഭാഗങ്ങളൊക്കെ ഡിസൈൻ ചെയ്തത് കളയാം. അത് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾക്ക് കേൾക്കേണ്ട ഭാഗം വെച്ച് അത് വെച്ചിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കേൾക്കുക കേട്ടോ. ഇതിൽ കൂടുതൽ എനിക്ക് എഫക്ട് വരുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. പോർഷൻസ് തീരുന്നില്ല, പോർഷൻസിന് ഇഷ്ടം പോലെ കവർ ചെയ്യാനുണ്ട്. ദയവായിട്ട് ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോർമലി ഉള്ള പ്രശ്നങ്ങളൊന്നും കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യം തന്നെ ഞാനൊരു 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു.
വീണ്ടും തന്നെ പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഓൾറെഡിയാണ് അതിന്റെ പേര് കുറെ കംപ്ലൈന്റ്സ് അങ്ങനെയും വരും അല്ലാതെ വരും കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. അപ്പൊ ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട്